Hi all, I'm Jasira TA, your communication trainer from Brilliant English Academy. ലാസ്റ്റ് വീഡിയോയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ഭംഗിയായി പറയാൻ പറ്റുക എന്ന് പറഞ്ഞു അല്ലേ? സോ ടുഡേ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻടു ഗ്രൂപ്പ് ഡിസ്കഷൻ. പല ഇൻ്റർവ്യൂവേഴ്സും ഫസ്റ്റ് റൗണ്ട് ഓഫ് ദ ഇൻ്റർവ്യൂ ആകാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ GD എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അതിനൊരു റീസൺ ഉണ്ട്. GDയിൽ മാസ് എലിമിനേഷൻ കൂടെയാണ് നടക്കുന്നത്. ഇൻ്റർവ്യൂവറിന് വളരെ എളുപ്പമാണ് ടു കമ്പയർ ഈച്ച് അതർ ആൻഡ് പിക്ക് അപ്പ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു. സോ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ എങ്ങനെയാണ് നന്നായി പെർഫോം ചെയ്യുക എന്നൊന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ സ്കിൽസ് ജഡ്ജ്ഡ് ഇൻ എ GD? നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏതെല്ലാം സ്കിൽസ് ആണ് ഇൻ്റർവ്യൂവർ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓഫ് കോഴ്സ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നന്നായി ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ both verbally and non-verbally, you will be able to pass the GD round. അപ്പോൾ non-verbally എങ്ങനെയാണെന്ന് അറിയാലോ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, പോസ്റ്റർ, ഐ കോൺടാക്റ്റ് ഇതെല്ലാം പ്രോപ്പർ ആയിരിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല അദ്ദേഹം ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ദ ജെസ്റ്റേഴ്സ് ഇതെല്ലാം ഇൻ്റർവ്യൂവർ ശ്രദ്ധിക്കുന്നുണ്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ യു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. Second one is your behavior and interaction with group members. അതായത് നിങ്ങൾ നല്ലൊരു ടീം പ്ലെയർ ആണോ എന്ന് ഇൻ്റർവ്യൂവർ ചെക്ക് ചെയ്യും. മറ്റുള്ളവരോട് നന്നായി ഇടപഴകുന്നു. യു ആർ ഗിവിങ് അതേഴ്സ് എ ചാൻസ് ടു സ്പീക്ക്. നാളെ കമ്പനിയിൽ ചെന്നാലും യു ആർ ഗോയിങ് ടു വർക്ക് ഇൻ എ ടീം അല്ലേ? അപ്പോൾ ആ ടീമിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ബിഹേവ് ചെയ്യുക എന്നതിൻ്റെ ഒരു സാമ്പിൾ കൂടെയാണ് ദിസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇസ്. Third one is open-mindedness. നിങ്ങൾ ഫ്ലെക്സിബിൾ ആണോ? ചേഞ്ച് ചെയ്യാൻ തയ്യാറാണോ? മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതെല്ലാം കംസ് അണ്ടർ ദ ഓപ്പൺ-മൈൻഡഡ്നെസ് സെഷൻ. ലിസ്ണിംഗ് സ്കിൽ ഇസ് ദ നെക്സ്റ്റ്. കേട്ടാൽ മാത്രം പോരാ, അതൊന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ്. അതാണ് ലിസ്ണിങ്ങിൻ്റെ അർത്ഥം. ഹിയറിംഗ് അല്ല, ലിസ്ണിംഗ് സ്കിൽ. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കമ്പാനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സംസാരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻറ്റ്സിൽ നിന്ന് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇഫ് യു ആർ ലിസണിങ് പ്രോപ്പർലി. ആൻഡ് മറ്റുള്ളവർ പറയുന്ന അതേ പോയിൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനും നിങ്ങൾക്ക് സാധിക്കും. നെക്സ്റ്റ് കംസ് ലീഡർഷിപ്പ് കേപ്പബിലിറ്റി. നിങ്ങളിലൊരു നല്ല ലീഡർ ഉണ്ടോ എന്ന് ഇൻ്റർവ്യൂവർ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാകും. മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കുന്ന, ആ ഒരു സിറ്റുവേഷനെ പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യുന്ന, ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാനുള്ള കഴിവുള്ളൊരു വ്യക്തി. ലീഡർഷിപ്പ് എങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കുക? ഇനിഷ്യേറ്റ് ദ ഡിസ്കഷൻ. ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് കാണിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന വ്യക്തി. ഹി ഈസ് എ ഗുഡ് ലീഡർ. നെക്സ്റ്റ് ഇസ് പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. പ്രോബ്ലം സോൾവിങ് അതായത് പ്രോബ്ലംസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. യു ആർ സപ്പോസ് ടു കം അപ്പ് വിത്ത് ഇറ്റ്സ് സൊല്യൂഷൻസ് ഓൾസോ. ക്രിട്ടിക്കൽ തിങ്കിങ് അതായത് ഒബ്ജക്റ്റീവായി പേഴ്സണൽ ബയാസസ് എല്ലാം മാറ്റിവെച്ച് ഒബ്ജക്റ്റീവായ ഒരു കാര്യത്തെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ആൻഡ് ഓഫ് കോഴ്സ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. നാളെ ഒരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് കൂടി അദ്ദേഹം ചെക്ക് ചെയ്യും. ആൻഡ് ഹിയർ കംസ് ദ ലാസ്റ്റ് വൺ, കോൺഫിഡൻസ്. എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ GD റൗണ്ടിനെ ഫേസ് ചെയ്യുന്നത്? നിങ്ങളുടെ ടീമിൽ 10 or 20 പേരുണ്ട് എങ്കിലും അതിൽ നല്ല രീതിയിൽ കോൺഫിഡൻ്റായി ഇവരോട് എല്ലാവരോടും ഇടപഴകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ എ വെരി കോൺഫിഡൻറ്റ് പേഴ്സൺ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സ്ലൈഡ്. യെസ്, ഡൂസ് ഓഫ് GD. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യണമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫോർമൽ ഗ്രൂമിങ് ആൻഡ് അറ്റയർ. വളരെ ഫോർമൽ ആയിട്ടുള്ളൊരു സ്പേസ് ആണല്ലേ ഇൻ്റർവ്യൂ ക്യാബിൻ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ പോകുന്നത് ഓഫ് കോഴ്സ് ഫോർമൽ അറ്റയറിലായിരിക്കും. സോ പ്ലീസ് മേക്ക് ഷുവർ ഓരോ ഇൻഡസ്ട്രിക്കും അനുയോജ്യമായ രീതിയിലുള്ള ഡ്രസ്സിങ് അറ്റയർ ആയിരിക്കണം നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവുക. ആൻഡ് അബൌട്ട് ദ ഗ്രൂമിങ്, നിങ്ങൾ ഒരിക്കലും ഒരു പാർട്ടിക്ക് പോകുന്നത് പോലെ ആയിരിക്കില്ല ഇൻ്റർവ്യൂവിന് പോവുക. You will be checking with your hair, your facial hair, you'll be doing with your face. Like if you are a lady,
You will be making sure that you have done a little bit of makeup and all. Accessories limited ആയിരിക്കുക. നമ്മൾക്ക് ഗ്രൂമിങ്ങിന് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. So you can keep watching it to know more about formal grooming and attire. So interviewന് പോകുമ്പോൾ please make sure you obey this rule. Make sure you are in formal grooming and attire. Next one is keep eye contact. അതായത് മറ്റു പാർട്ടിസിപ്പൻസുമായി ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സണെ മാത്രം നോക്കി സംസാരിക്കാതെ ആ ടീമിലുള്ള എല്ലാവരെയും കൺസിഡർ ചെയ്ത് തന്നെ സംസാരിക്കുക. നെക്സ്റ്റ് ഇസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ബി കോൺഫിഡൻറ്റ് ആൻഡ് പൊളൈറ്റ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് റൂഡാവുക എന്നൊരു അർത്ഥമില്ല അതിന്. യു ഷുഡ് ബി കോൺഫിഡൻറ്റ്. പക്ഷേ മറ്റുള്ളവരോട് പൊളൈറ്റായി തന്നെ സംസാരിക്കണം. പ്ലീസ് മേക്ക് ഷുവർ യു ഡോണ്ട് ഹേർട്ട് അതേഴ്സ്. നിങ്ങൾക്ക് പലപ്പോഴും മറ്റുള്ളവർ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിപ്പുണ്ടാവില്ല. ഒരു ടോപ്പിക്കിൽ തന്നെ യു മൈറ്റ് ബി ഹാവിങ് എ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ് ഫ്രം യുവർ ഫ്രണ്ട്. അത് വളരെ പൊളൈറ്റായി തന്നെ എക്സ്പ്രസ് ചെയ്യുക. ഹിയർ കംസ് ദ നെക്സ്റ്റ്. ഷെയർ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഓൺ ദ ടോപ്പിക്. ഡിസ്കഷന് തന്നിരിക്കുന്ന ടോപ്പിക്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ ഷെയർ ചെയ്യാം. ആൻഡ് ഫോർ ദാറ്റ് you should have subject knowledge and general awareness. കറണ്ട് അഫയേഴ്സ് കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ഇസ് മെയിൻറ്റെയിൻ എറ്റിക്കറ്റ്സ്. അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആകാം, മറ്റുള്ളവരോട് ഇടപഴകുന്നതാകാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ എറ്റിക്കറ്റ്സും ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് ബി ലോജിക്കൽ. അതായത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. തന്നിരിക്കുന്ന ടോപ്പിക്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ എന്ന് വിചാരിച്ച് യു ആർ നോട്ട് സപ്പോസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ ദെയർ. ആ ടോപ്പിക്കിൽ നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് ക്ലിയർ കട്ടായി തന്നെ പറയുക. അലോങ് വിത്ത് ദാറ്റ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൂടി കൊടുക്കുക. ബി പ്ലസൻറ്റ് വിത്ത് അതർ പാർട്ടിസിപ്പൻസ്. അതായത് മറ്റു പാർട്ടിസിപ്പൻസിനോട് പ്ലസൻ്റായി തന്നെ ബിഹേവ് ചെയ്യുക. മറ്റുള്ളവർ പറയുന്നതിനോട് എല്ലാത്തിനോടും നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാകും. പക്ഷേ അത് പൊളൈറ്റായി തന്നെ അറിയിക്കുക. സോ ലെറ്റ്സ് സീ ദ ഡോൺസ് ഓഫ് GD. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1-to-1 ഡിസ്കഷൻ. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് മാത്രം നോക്കി സംസാരിക്കുക. അദ്ദേഹം തിരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് 1-on-1. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും ഇതിൽ ഇൻക്ലൂഡഡ് ആകുന്നില്ല. GD എന്ന് പറയുന്നത് ഒരു ടീം വർക്ക് കൂടെയാണ്. ആൻഡ് യുവർ ടീം വർക്ക് സ്കിൽ ഇസ് ബീങ് ഇവാലുവേറ്റഡ്. അതുകൊണ്ട് തന്നെ ഈ 1-to-1 ഡിസ്കഷൻ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഇംപൊലൈറ്റ് ബിഹേവിയേഴ്സ് ലൈക്ക് പോയിൻറ്റിങ് ഫിംഗേഴ്സ്, ഷൗട്ടിങ് ആൻഡ് ഓൾ. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി GDയിൽ ഒരിക്കലും ഷൗട്ട് ചെയ്യുകയല്ല വേണ്ടത്. അവിടെ നിങ്ങളുടെ ടോണൽ വേരിയേഷനാണ് അറ്റൻഷൻ യൂസ് ചെയ്യേണ്ടത്. പോയിൻറ്റിങ് ഫിംഗേഴ്സ് മറ്റൊരു ബാഡ് എറ്റിക്കറ്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. പോയിൻറ്റഡ് ഫിംഗേഴ്സിന് പകരം ഓപ്പൺ ഹാൻഡ്സ് യൂസ് ചെയ്യാം. പോയിൻറ്റഡ് ഫിംഗേഴ്സിനൊരു മീനിങ് കൂടെ ഉണ്ട്, അക്യൂസിങ് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ഓപ്പൺ ഹാൻഡ്സ് ഇസ് ഓൾവേസ് വെൽക്കമിങ്. ഹിയർ കംസ് നെക്സ്റ്റ്. യൂസേജ് ഓഫ് സ്ലാങ്സ് ഓർ അബ്യൂസീവ് ലാംഗ്വേജസ്. ഓഫ് കോഴ്സ് സ്ലാങ്സ് അവോയ്ഡ് ചെയ്യുക, ബാഡ് വേർഡ്സും അവോയ്ഡ് ചെയ്യുക. നെഗറ്റീവ് ബോഡി ലാംഗ്വേജസ് ലൈക്ക് ഷേക്കിംഗ് ലെഗ്സ്, yawning, drumming table, swinging pen. നിങ്ങൾ കരുതിക്കൂട്ടി ആയിരിക്കില്ല ആ ഒരു ഡിസ്കഷൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ചിലപ്പോൾ ടേബിളിൽ താളം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കയ്യിലിരിക്കുന്ന പെൻ സ്വിങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദർ ആർ ഓൾസോ ചാൻസസ് ഫോർ ഷേക്കിംഗ് ലെഗ്സ്. ടയേർഡ് ആണെങ്കിൽ യോൺ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പ്ലീസ് കൺട്രോൾ ഓൾ ദീസ് തിങ്സ്. ആൻഡ് ഇതെല്ലാം നമ്മൾ നെഗറ്റീവ് ബോഡി ലാംഗ്വേജസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഹിയർ കംസ് ദ നെക്സ്റ്റ്. ഇൻറ്ററപ്റ്റിംഗ് വൈൽ അതർ പാർട്ടിസിപ്പൻസ് ആർ സ്പീക്കിംഗ്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. ലെറ്റ് ദം സ്പീക്ക്. അവരൊന്ന് പോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. ഡോണ്ട് ഇൻറ്ററപ്റ്റ് അതർ പാർട്ടിസിപ്പൻസ്. അത് വളരെ നെഗറ്റീവായി തന്നെ നമ്മൾ കാണുന്ന ഒരു സ്വഭാവ രീതിയാണ്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ ഒരിക്കലും ഇത് അലൗ ചെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് ബീങ് എക്സ്പെക്റ്റഡ് ഫ്രം യു ഇൻ എ GD റൗണ്ട്. നൗ ലെറ്റ്സ് സീ എങ്ങനെയാണ് ഒരു GD റൗണ്ടിൽ നന്നായി സ്കോർ ചെയ്യാൻ പറ്റുക എന്നൊന്ന് നോക്കാം. ഇനീഷ്യേഷൻ ഓഫ് ഡിസ്കഷൻ.
ജി ഡിയുടെ ടോപ്പിക്ക് തന്നു, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിക്കഴിഞ്ഞാൽ വൺസ് ദ ഡിസ്കഷൻ സ്റ്റാർട്ട്സ് ആദ്യം തന്നെ സംസാരിക്കുക. നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് മാത്രമാണ് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇനിഷ്യേഷൻ ഇസ് ഓൾവേസ് വെൽക്കംഡ്, പക്ഷേ ആ ടോപ്പിക്ക് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഡോണ്ട് കം അപ്പ് വിത്ത് സം റബ്ബിഷ് while you are participating in a GD. ഒരിക്കലും ഫസ്റ്റ് സംസാരിച്ചു എന്ന ഒറ്റ റീസൺ കൊണ്ട് ആ പറഞ്ഞതിൽ കാര്യമില്ല എങ്കിൽ യു വോണ്ട് ബി സെലക്റ്റഡ് ടു ദ നെക്സ്റ്റ് റൗണ്ട്. സെക്കൻഡ് വൺ ഈസ് ബ്രിങ്ങിങ് ബാക്ക് ദ ഡിസ്കഷൻ ഓൺ ട്രാക്ക് വെൻ ഇറ്റ് ഗെറ്റ്സ് ഡൈവേർട്ടഡ്. എക്സൈറ്റ്മെൻറ്റിൽ പലപ്പോഴും ഡിസ്കഷൻ ഡൈവേർട്ട് ചെയ്ത് പോകാറുണ്ട്, ടോപ്പിക്കിൽ നിന്ന് പതിയെ മാറിപ്പോകാറുണ്ട്. അപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് കാണിച്ച്, അതായത് നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോയിട്ടുണ്ട്, ലെറ്റ്സ് ബ്രിങ് ബാക്ക്, ലെറ്റ്സ് ഗെറ്റ് ടു അവർ ടോപ്പിക് എന്നെല്ലാം പറഞ്ഞ് തിരിച്ച് കൊണ്ടുവരുന്നത് ആരാണോ ആ കാൻഡിഡേറ്റിന് കൂടുതൽ സ്കോർ പോയിൻറ്റ്സ് കിട്ടും. കൺക്ലൂഷൻ ഓൺ ടൈം. ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? സോ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ കൺക്ലൂഡ് ചെയ്യുന്നത് ആരാണോ, സമ്മപ്പ് ചെയ്യുന്നത് ആരാണോ ആ കാൻഡിഡേറ്റിനും കൂടുതൽ സ്കോർ പോയിൻറ്റ്സ് കിട്ടും. And the next one is capability of keeping yourself cool, listening to others and putting forward your points. എത്ര എക്സൈറ്റഡ് ആണെങ്കിലും കൂളായിരിക്കുക, ഷൗട്ട് ചെയ്യാതിരിക്കുക, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക, ലിസൺ ടു അതേഴ്സ്. എന്നാൽ നിങ്ങൾ പറയാനുള്ളത് പറയുകയും ചെയ്യണം, നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് ക്ലിയർ കട്ടായി പറഞ്ഞു കൊടുക്കണം. ഇത്രയും ചെയ്യുന്ന കാൻഡിഡേറ്റാണ് ജി ഡി റൗണ്ട് ക്ലിയർ ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് ഓഫ് ദ ഹയറിംഗ് പ്രോസസ്സിലേക്ക് പോവുക. സോ നൗ യു ഹാവ് എൻ ഐഡിയ ഹൗ ടു സ്കോർ റിയലി ഗുഡ് ഇൻ ജി ഡി. അപ്പോൾ സംസാരിക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഇവിടെ ഉള്ളത്. ഇൻട്രൊഡ്യൂസിങ് എ വ്യൂ പോയിൻറ്റ്. തന്നിരിക്കുന്ന ഒരു ടോപ്പിക്കിൽ നിങ്ങളൊരു വ്യൂ പോയിൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ഫ്രേസസ് ആണ്. സെൻറ്റൻസസിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ, ബാക്കി നിങ്ങൾ ടോപ്പിക്കിനനുസരിച്ച് ഫില്ല് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സീ ദ ഫസ്റ്റ് വൺ. I would like to begin or I would like to start by saying that. തുടക്കം തന്നെയാണ്, സ്റ്റാർട്ട് ഓൾറെഡി അതിലുണ്ടല്ലോ അല്ലേ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ആദ്യം തന്നെ സംസാരിക്കുന്ന വ്യക്തിക്ക് പറയാൻ പറ്റുന്നൊരു സംഗതിയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ബിഗിൻ ബൈ സ്റ്റേറ്റിംഗ് മൈ വ്യൂ ഓഫ് ദി മാറ്റർ. ഞാൻ തുടങ്ങിയാണ് ആ ഒരു ടോപ്പിക്കിൽ എൻ്റെ വ്യൂ പോയിൻ്റ് പറഞ്ഞുകൊണ്ട്. ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, and next is I would like to put forward the point that. Put forward എന്നും നമുക്കതിന് യൂസ് ചെയ്യാം. So these are some examples on how to start a sentence. Let's see the next one. How to agree with. That is, നിങ്ങളുടെ കൂടെ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ വ്യൂ പോയിൻറ്റുമായി നിങ്ങൾ എഗ്രി ചെയ്യുന്നു. ആ എഗ്രിമെൻ്റ് എങ്ങനെയാണ് അറിയിക്കുക? എഗ്രിമെൻ്റ് അറിയിക്കുക എന്ന് പറയുമ്പോൾ യു വർക്ക് ആസ് എ ടീം, യു സപ്പോർട്ട് ഈച്ച് അതർ എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. ആ എഗ്രിമെൻ്റ് പറയാൻ സഹായിക്കുന്ന കുറച്ച് ഫ്രേസസ്. അഗെയിൻ സ്റ്റാർട്ടിംഗ് ആണുള്ളത്, ബാക്കി നിങ്ങൾ ടോപ്പിക്കിനനുസരിച്ച് ഫില്ല് ചെയ്യണം. ഓക്കെ, ഐ ടോട്ടലി അഗ്രി വിത്ത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ മൈ ഫ്രണ്ട് എന്ന് ചേർക്കാം. ഇനി ഫ്രണ്ടിൻ്റെ പേരറിയാമെങ്കിൽ യു ക്യാൻ മെൻഷൻ ഹിസ് നെയിം ഓൾസോ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, my friend here is absolutely right by saying that. അവിടെ നിങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേരറിയില്ല, മൈ ഫ്രണ്ട് എന്ന് തന്നെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ടിൻ്റെ പേര് അറിയാമെങ്കിലോ, നിങ്ങളുടെ കൂടെയുള്ള പാർട്ടിസിപ്പൻസിൻ്റെ പേര് അറിയാമെങ്കിൽ ഐ സെക്കൻഡ് വാട്ട് മിസ്റ്റർ ഡാനിയൽ സെറ്റ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഡാനിയൽ എന്നാണ്, അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഐ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കേട്ടോ. ഐ ഹാവ് ടു സൈഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ഹിയർ ഓൺ ദിസ് വൺ ബിക്കോസ്. ഇവിടെ ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ബിക്കോസ് റീസൺ ആണ് പറയുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ടു എക്സ്പ്രസ് യുവർ എഗ്രിമെൻറ്റ്. നിങ്ങളുടെ കൂടെയുള്ളവർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ആ യോജിപ്പ് അറിയിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഫ്രേസസ്. ഇനി മറ്റുള്ളവർ പറയുന്ന എല്ലാ കാര്യത്തോടും യോജിക്കാൻ സാധിക്കുമോ? കുറച്ച് ഡിസഗ്രിമെൻസും ഉണ്ടാകുമല്ലേ. ആ ഡിസഗ്രിമെൻസ് എങ്ങനെയാണ് പൊളൈറ്റായി പറയാൻ പറ്റുക എന്ന് നോക്കാം.
disagreeing with. With due respect, I believe it would not be right to. എല്ലാ ബഹുമാനത്തോടും കൂടി എന്ന് നമ്മൾ പറയും അല്ലേ, വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്. നെക്സ്റ്റ് വൺ നോക്കാം. ഐ ആം അഫ്രെയ്ഡ് ഐ ക്യാൻ ഓൺലി പാർട്ട്ലി അഗ്രി വിത്ത് ദാറ്റ്. ഐ ആം അഫ്രെയ്ഡ്, എനിക്ക് പേടിയാകുന്നു എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം, ഞാൻ ഡിസഗ്രി ചെയ്യുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഐ പേഴ്സണലി ഫീൽ ഇറ്റ് വുഡൻ ബി ഓക്കെ ടു. ഡിസഗ്രിമെൻ്റ് പറയുന്ന മറ്റൊരു എക്സാമ്പിളാണ്. ദ ലാസ്റ്റ് വൺ ഇസ് ദോ I agree on the broader point, but it seems to me that. ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം according to the topic given to you for discussion. So these are some of the examples to share your disagreement. Next നോക്കാം. Suggesting your opinions. ആ തന്നിരിക്കുന്ന ടോപ്പിക്കിൽ നന്നായി ആലോചിച്ച് നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുമ്പോൾ സഹായിക്കുന്ന കുറച്ച് ഫ്രേസസ് ആണ്. മൈ ഓണസ്റ്റ് ഒപ്പീനിയൻ വുഡ് ബി ദാറ്റ് ടു ലെവൽ അപ്പ് വിത്ത് യു. ഐ തിങ്ക് ടു ലെവൽ അപ്പ് മീൻസ് താങ്കൾ പറഞ്ഞതിനൊരു മറുപടി എന്ന രീതിയിൽ. ഐ ആം ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇൻ മൈ പെർസ്പെക്റ്റീവ്, എൻ്റെ കാഴ്ചപ്പാടിൽ, ദ വേ ഐ സീ ഇറ്റ്. ഇത് ഞാൻ ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ബീയിങ് എക്സ്പ്രസ്ഡ് ഓവർ ഹിയർ. ഓക്കെ, നൗ ഹൗ ടു കൺക്ലൂഡ്. നിങ്ങളുടെ കൺക്ലൂഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൺ ടൈം കൺക്ലൂഡ് ചെയ്യണം. ടൈം മാനേജ്മെൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കൺക്ലൂഷൻ വളരെ മനോഹരമാക്കുക എന്നത്. അപ്പോൾ ആ കൺക്ലൂഷനിൽ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. A conclusion, the starting should be, here is another example, today's discussion was a very informative one. ഇല്ലെങ്കിൽ empowering one, enlightening one എന്നെല്ലാം പറയാം. സ്റ്റാർട്ടിങ്ങിൽ ഒരു ബ്യൂട്ടിഫുൾ വേർഡ് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ ഇസ് മറ്റുള്ളവർ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം സമ്മപ്പ് ചെയ്യണം അല്ലേ. സം ഓഫ് അവർ ഫ്രണ്ട്സ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞ് എല്ലാ പോയിൻറ്റ്സും, മെയിൻ പോയിൻറ്റ്സ് എല്ലാം സമ്മപ്പ് ചെയ്ത് പറയുക. ഓക്കെ, ആൻഡ് ഫൈനലി താങ്ക്സ് എ ലോട്ട് ഫോർ ദി വാല്യുബിൾ കോൺട്രിബ്യൂഷൻ. അവിടെയുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനെയും നിങ്ങൾ താങ്ക്സ് പറയുവാണ്. ടേക്ക് കെയർ. ഒരു പേഴ്സണൽ നോട്ട് കൂടിയുണ്ട്. ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ്. സോ ഇത് കൺക്ലൂഷൻ്റെ ഒരു ഹോൾ ബോഡിയായി. ഇനി ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെറ്റ് us see that. Do not add new points. കൺക്ലൂഷനിൽ നിങ്ങളുടേതായ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും നിങ്ങൾക്കൊരു പോയിന്റ് ഓർമ്മ വന്നിട്ടുണ്ടാവുക. ബട്ട് ഡോണ്ട് ആഡ് ദാറ്റ് ഇൻ ദ കൺക്ലൂഷൻ. അത് കുറച്ച് സെൽഫിഷ്നെസ് ആണ് കാണിക്കുന്നത്. ഡോണ്ട് ഡു ഇറ്റ്. എപ്പോഴും ഓർക്കുക, ഗ്രൂപ്പ് ഡിസ്കഷൻ ടീം വർക്കിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഡിബേറ്റ് അല്ല. ഡിബേറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് എ ബിറ്റ് അഗ്രസീവ് ലൈനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ GD എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടീം വർക്കാണ്. സോ ലാസ്റ്റ് മിനിറ്റ് നോ ആഡിങ്. സെക്കൻഡ് വൺ ഇസ് ഡു നോട്ട് അവോയ്ഡ് അതർ കാൻഡിഡേറ്റ്സ് വ്യൂ പോയിൻറ്റ്സ്. മറ്റുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും അല്ലേ, അതെല്ലാം അവോയ്ഡ് ചെയ്ത് എൻ്റെ പോയിൻറ്റ്സ് മാത്രം പറയരുത്. നോ, യു ആർ നോട്ട് എ ഗുഡ് ലീഡർ. മറ്റുള്ളവർ പറയുന്നതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം, കൺസിഡർ ചെയ്യണം, ലിസൺ ടു ദം, ഗിവ് ദം ചാൻസസ്. പ്ലീസ് മേക്ക് ഷുവർ don't avoid other participants' viewpoints. And the last one is keep it short. Conclusion എപ്പോഴും ഷോർട്ടാക്കി വെക്കുക. നമ്മൾ സമ്മപ്പ് ചെയ്യുവാണല്ലേ. So please make sure you keep all these points in mind while you are participating in a GD. Hope you got an idea about group discussion. So please make sure you practice all these things to ace your GD round. To know more about interview skills, stay tuned to our page.